2025 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ച മികച്ച ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 55ാമത് ഉച്ചകോടി നടന്നത് ഇവിടെ, സ്വിറ്റ്സർലാൻഡിലെ ദാവോസ്. പ്രപഞ്ച ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൂരദർശിനിയാണ് സ്ഫെയർ എക്സ്. സെബിയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. ഗുജറാത്തിൽ നിലവിൽ വരുന്ന 34ാമത് ജില്ല വാവ് തരാദ്. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ സിഇഒ ഭുവനേഷ് കുമാർ. ആമസോൺ ഇന്ത്യയുടെ ആദ്യ ഫ്ലോട്ടിംഗ് സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ. ഈ മാലിന്യം കൊണ്ട് നിർമ്മിച്ച മാതൃക എന്ന പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം കാൺപൂർ. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ പുതിയ ചെയർമാൻ KC വേണുഗോപാൽ. PACയുടെ പുതിയ ചെയർമാൻ KC വേണുഗോപാൽ. ഇന്ത്യയിലെ ആദ്യത്തെ നമോ റാപ്പിഡ് റെയിൽ ഉദ്ഘാടനം ചെയ്തത് എവിടെ? ഗുജറാത്ത്. (2024) വൈദ്യശാസ്ത്ര നോബൽ നേടിയത് വിക്ടർ ആംബ്രോസ് കാരി-റൌക്കുൻ. 2025 അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ലയണൽ മെസ്സി. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം NVS-02. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിച്ച ആദ്യ സംസ്ഥാനം നാഗാലാൻഡ്. 2024 ഓഗസ്റ്റിൽ ഇന്ത്യൻ സൈന്യം ലഡാക്കിൽ നടത്തിയ സൈനികാഭ്യാസം പർവ്വത് പ്രഹാർ. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0 പ്രോഗ്രാം ഏത് ആദിവാസി നേതാവിന്റെ 150ാം ജന്മവാർഷികത്തെ അനുസ്മരിക്കുന്നു? ബിർസ മുണ്ട. 2024 ഡിസംബറിൽ നോറോ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നൊബേൽ സമ്മാന ജേതാവ് മലാല യൂസഫ്സായി നിർമ്മിച്ച ഡോക്യുമെന്ററി ദ ലാസ്റ്റ് ഓഫ് ദി സീ വിമൻ. 2024 ഒക്ടോബറിൽ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷകൾ പാലി, പ്രാകൃത്, മറാത്തി, ബംഗാളി, ആസാമീസ്. ISROയുടെ പേഡക്സ് ദൗത്യം വിക്ഷേപിച്ചത് 2024 ഡിസംബർ 30. ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഒക്ടോബർ 1 മുതൽ വിസ രഹിത പ്രവേശനം അനുവദിച്ച രാജ്യം ശ്രീലങ്ക. 2024 പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 200 മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ഗാബി തോമസ്. മുംബൈ നഗരത്തിലെ ആദ്യ ഭൂഗർഭ മെട്രോ ലൈൻ സർവീസ് തുടങ്ങിയത് ബാന്ദ്ര കുർള കോംപ്ലക്സ് മുതൽ ജോഗേശ്വരി വിക്രോളി ലിങ്ക് റോഡ്. 2026 ലോക പുസ്തക പ്രസ്ഥാനം മൊറോക്കയിലെ റബാത്ത് എന്ന സ്ഥലത്ത്. ഇന്ത്യയിലെ ആദ്യ പുനരുപയോഗ ഹൈബ്രിഡ് റോക്കറ്റ് റൂമി 1. 2026 ലോക പുസ്തക തലസ്ഥാനം മൊറോക്കയിലെ റബാത്ത്. മുംബൈ നഗരത്തിൽ ആദ്യ ഭൂഗർഭ മെട്രോ ലൈൻ സർവീസ് തുടങ്ങിയത് ബാന്ദ്ര കുർള കോംപ്ലക്സ് ജോഗേശ്വരി.